എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB ജൂനിയർ എഞ്ചിനീയർ 2025 എക്സാമിൻ്റെ സ്റ്റേജ് 2 അതായത് CBT 2 എക്സാമിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ CBT 1 ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളായിരിക്കും CBT 2 എഴുതുന്നത്. അപ്പോൾ CBT 1 ക്വാളിഫൈ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലേ? കാരണം ഇത്രയധികം ആൾക്കാർ എഴുതുന്ന ഒരു എക്സാമിൽ സ്റ്റേജ് 1 കടക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് നിങ്ങൾക്ക് തരുന്നൊരു കോൺഫിഡൻസ് ചെറുതുമല്ല. പക്ഷേ എന്നോടൊപ്പം തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം ഡബിൾ ആയിരിക്കുകയാണ്. കാരണം ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്റ്റേജും ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ലക്ഷ്യത്തോട് അടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കോമ്പറ്റീഷൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലിമിറ്റഡ് സീറ്റ്സ്, ലിമിറ്റഡ് വേക്കൻസീസേ എല്ലായിടത്തും ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അവിടേക്ക് നിങ്ങളുടെ ഒപ്പം തന്നെ ക്വാളിഫൈ ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് ആരും മോശക്കാരല്ല. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം തന്നെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഓരോ മാർക്കും എടുക്കാൻ പറ്റുമോ ആ മാർക്കുകളെല്ലാം തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. CBT 2 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാവുന്ന പോലെ CBT 2 ടെക്നിക്കൽ എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ സിലബസ് ഉണ്ട്. അതിൽ തന്നെ 100 മാർക്കാണ് ടെക്നിക്കൽ സിലബസിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷനും ഒപ്പം നിങ്ങളുടെ പ്രിഫേർഡ് പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു CBT 2 പെർഫോമൻസ് ആണ്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ടാവാം, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഉണ്ടാവാം. അങ്ങനെ ഒന്നും തന്നെ വേർതിരിച്ച് കാണാൻ പാടില്ല. എവിടെ നിന്നൊക്കെ ഓരോ മാർക്ക് നിങ്ങൾക്ക് സ്ക്വീസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ മാർക്ക് കിട്ടാൻ ശ്രമിക്കുക. കാരണം ഇതെല്ലാം നിങ്ങളുടെ ഫൈനൽ റാങ്കിനെയും ഫൈനൽ സെലക്ഷനെയും നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസിനെയൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ തന്നെ കുട്ടികൾ കഴിഞ്ഞ തവണ ക്വാളിഫൈ ചെയ്ത കുട്ടികൾ അവരുടെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ആ വീഡിയോസൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. ജെന്യുവൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ തന്നെ, അതായത് നിങ്ങളുടെ ലക്ഷ്യം തന്നെ മുന്നോട്ട് വയ്ക്കുക. വേക്കൻസീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി എത്ര സമയം പഠിക്കാൻ കിട്ടുമോ ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം ആ അവൈലബിൾ സമയം എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, എത്ര കോമ്പറ്റീഷൻ ലെവൽ കൂടിയാലും അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്താം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ഒരു പ്ലാനാണ്. അതിൽ തന്നെ ടെക്നിക്കലിൻ്റെ ഇലക്ട്രിക്കൽ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഈ ഒരു സെഷനിൽ നമ്മൾ സിലബസിൻ്റെ ഒരു ക്വിക്ക് അനാലിസിസ് ചെയ്യുന്നുണ്ടാവും. ഒപ്പം സബ്ജക്ട് വൈസ് വെയിറ്റേജ്, അതിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്, കോർ ഏരിയാസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലൊക്കെ എങ്ങനെയാണ്, ഈ അവൈലബിൾ സമയം വെച്ചിട്ട് നമുക്കൊരു 2 മാസം, അതായത് ഒരു 60 ദിവസം സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ 60 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് റിവിഷൻ നടത്താം എന്നുള്ളത് ഞാൻ പറയുന്നുണ്ടാവും. ഓൾറെഡി തന്നെ നമ്മളുടെ ഒരു ഡിപ്ലോമ ലെവൽ ഇലക്ട്രിക്കൽ സിലബസ്, ഒരു ടെക്നിക്കൽ സിലബസ് എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാരണം ഈ ഒരു എക്സാം എസ്പെഷ്യലി ഇലക്ട്രിക്കലിൻ്റെ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒറ്റുനോക്കുന്ന മറ്റൊരു എക്സാമാണ് വരാൻ പോകുന്ന KCB സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ മറ്റ് കേരള PSCയുടെ ഇലക്ട്രിക്കൽ എക്സാംസ്, ഡിപ്ലോമ ആയിക്കോട്ടെ, ഡിഗ്രി എക്സാംസ് ആയിക്കോട്ടെ, അതിൻ്റെ സിലബസ് എല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ. അതൊന്ന് കണ്ടേക്കുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഈ പഠിക്കുന്നത്, ഈ ടെക്നിക്കൽ സ്റ്റേജ് നിങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും ഒരു എക്സാമിന് വേണ്ടിയല്ല, വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയാണ്. ഞാൻ എല്ലാ തവണയും പറയുന്നതാണ്. അത് ഇപ്പോഴും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി തന്നെ ഈ സ്റ്റേജിൻ്റെ RRB ജൂനിയർ എഞ്ചിനീയർ CBT 2 നോൺ ടെക്നിക്കൽ സ്റ്റഡി പ്ലാൻ ഇതിഹാസ് മാഷ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് സ്റ്റേജസ്, എക്സാം പാറ്റേൺ, സിലബസ്, സ്റ്റഡി പ്ലാൻ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ തന്നെ നമ്മുടെ CBT 2 പാറ്റേണിലേക്ക് പോകാം. നമുക്കറിയാവുന്ന പോലെ ഇതാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ 100 മാർക്ക് വരുന്നത് ടെക്നിക്കൽ എബിലിറ്റീസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മാർക്ക് നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് തന്നെയാണ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെല്ലാം ഇതിൽ നിന്നൊക്കെ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഇതെല്ലാം നിങ്ങളുടെ ഫൈനൽ മാർക്കിനെയും ഫൈനൽ പോസ്റ്റ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്ന പോസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. എപ്പോഴും പറയാറുള്ള ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മുടെ കുട്ടികൾ തന്നെ, നമ്മുടെ ഈ എക്സാം ക്വാളിഫൈ ചെയ്ത കുട്ടികൾ തന്നെ അതിൻ്റെ എഫക്റ്റീവ്നെസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് ഓരോ ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കാതെ പഠിക്കുക. അതൊക്കെ എഗെയിൻ ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കല്ല പോകേണ്ടത്. ഇവിടെ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള മാർക്കിൽ മാക്സിമം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, അതിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അത് മാത്രമേ പഠിക്കൂ. അല്ലാതെ ഈ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ ഒരുപാട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകരുത്. അങ്ങനെ നമുക്ക് തീർക്കാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് വേണം നിങ്ങൾ ശ്രമിക്കാനായിട്ട്. ഇനി ആദ്യമായിട്ട് നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ CBT 2 സിലബസ് ഞാനൊന്ന് കാണിക്കാം. ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുകൊണ്ട് ഞാൻ ആ സിലബസ് ഓരോന്നായിട്ട് വായിക്കുന്നില്ല. നോക്കുക, ഇത്രയും നമുക്ക് ഏകദേശം 11 മോഡ്യൂളാണ് നമുക്കുള്ളത്. ഈ പറയുന്ന ഇത്രയും മോഡ്യൂൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ്, ആദ്യം നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക, PYQs മനസ്സിലാക്കുക. ഇതിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എത്രത്തോളം പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ് സ്ട്രക്ചർ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്ട്സ്
ടോപ്പിക്സും സബ് ടോപ്പിക്സും ഉണ്ടെന്ന് മനസ്സിലാവും. അതിന് ഈ 11 മോഡ്യൂളിലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾ PYQസും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഡിപ്ലോമ ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റൻസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കോൺസെപ്റ്റ് ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതൊക്കെയാണ് ഹൈ വെയിറ്റേജ് ഏരിയാസ് എന്ന് മനസ്സിലാവും. എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്, അതായത് ഡയറക്റ്റ് ക്വസ്റ്റൻസ് ഉണ്ടാവും, ന്യൂമറിക്കൽസ് ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഒന്നിലധികം സബ്ജക്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അങ്ങനത്തെയൊക്കെ ക്വസ്റ്റൻസ് വരാം. അതുപോലെ തന്നെ മറ്റ് ഡിപ്ലോമ ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റൻസ് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം നമ്മൾ അല്ലെങ്കിൽ ഇതിനനുസരിച്ചുള്ള ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾ എഴുതുക. കാരണം മാക്സിമം ക്വസ്റ്റൻസ് ഫെമിലറൈസ് ചെയ്യാനാണ് നിങ്ങൾ ഇനിയുള്ള സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. കാരണം ഒരു ഇൻഡെപ്ത്, അതായത് 0 സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സബ്ജക്ട് സിലബസ് ഏറ്റവും ബേസിക് ഫൗണ്ടേഷൻ തൊട്ട് പഠിച്ചു തീർക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിങ്ങളൊരു സെലക്റ്റീവ് സ്റ്റഡി, ഹൈ വെയിറ്റേജ് ഏരിയാസിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ ക്വസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം നിങ്ങൾ ഡിവൈസ് ചെയ്യാനായിട്ട്. ഇനി നേരത്തെ സ്റ്റേജ് 1 തൊട്ടേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നമ്മുടെ കഴിഞ്ഞ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞതുപോലെ കോർ ടോപ്പിക്സ് ഒക്കെ നമ്മൾ നിങ്ങൾ പഠിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. വേറെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, സിലബസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഇത്രയും കാര്യങ്ങൾ PYQs ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹൈ വെയിറ്റേജ് ഏരിയാസ് മനസ്സിലാവും. അതെല്ലാം ഞാൻ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ഒരു ടേബിളർ ഫോമിൽ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്ന് കാണിക്കാം. എന്തായാലും എഗെയിൻ ഈ ഒരു സിലബസ് പഠിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് എത്രയാണ്? 60 ദിവസമാണ് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. ഈ 60 ഡേ പ്ലാൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ 60 ഡേയ്സിൽ ഒരു ദിവസം ആവറേജ് നിങ്ങൾ 10 മണിക്കൂർ പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ എന്ത് തന്നെയാണെങ്കിലും 10 മണിക്കൂർ പഠിക്കുക. അതിൽ കഴിഞ്ഞ നോൺ ടെക്നിക്കലിൻ്റെ സ്റ്റഡി പ്ലാനിലും ആശ പറഞ്ഞതുപോലെ ഒരു 3 hours നോൺ ടെക്നിക്കലിനും 7 hours ടെക്നിക്കലിനും വയ്ക്കുക. അപ്പോൾ 7 hours ഡെയിലി വയ്ക്കുകയാണെങ്കിൽ അടുത്തൊരു 60 ഡേയ്സിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 400 hour അടുപ്പിച്ച് എന്ത് കിട്ടും? പഠിക്കാനുള്ളൊരു ടൈം കിട്ടും. ഏകദേശം 60 × 10 ചെയ്യുകയാണെങ്കിൽ 600 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം RRB JEE CBT 2 എക്സാമിന് വേണ്ടി ഇനി അങ്ങോട്ട് പഠിച്ചിരിക്കണം. ഇത് മുമ്പ് പഠിച്ചത് എന്തെന്നുള്ളത് ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു 600-700 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പഠിക്കുക. എഗെയിൻ ഈ ഒരു 2 മാസത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. ഡ്രീം ജോബിലേക്ക് എത്താനല്ലേ, ലൈഫ് സെക്യൂർ ആക്കിയിട്ടുള്ള ജോബ്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊരു ഡ്രീം ജോബ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡ്രീം ജോബിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി ഈ ഇത്രയും മണിക്കൂർ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് എന്തിനെന്നുള്ള ചോദ്യം ദയവ് ഇത് നിങ്ങൾ ചോദിക്കരുത്. കാരണം അത്രയും കോമ്പറ്റീറ്റീവ് ആണ്, അത്രയും ലിമിറ്റഡ് സീറ്റ്സേ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നോക്കുക. പിന്നെ ഒരു ലാസ്റ്റ് 7 ഡേയ്സിൽ എല്ലാ ദിവസവും ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ടെക്നിക്കലിലും നോൺ ടെക്നിക്കലും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 10 ഡേയ്സിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ തന്നെ ഈ പറയുന്ന നമ്മുടെ നോൺ ടെക്നിക്കലിനും ടെക്നിക്കലിനുമായിട്ട് നോൺ ടെക്നിക്കലിൻ്റെ സ്റ്റഡി പ്ലാനിൽ മാഷ് ഒരു 4 days ആണ് നോൺ ടെക്നിക്കലിനെ പറഞ്ഞത്. ഞാൻ പലപ്പോഴും മറന്നു പോകുന്ന പല ടോപ്പിക്സും ഓർമ്മ അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ലാസ്റ്റ് 4 ഡേയ്സിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നോൺ ടെക്നിക്കലിന് കൊടുക്കുക. പക്ഷേ ലാസ്റ്റ് ഒരു 7 ഡേയ്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്നിക്കൽ മാക്സിമം ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റ് സീരീസിലൂടെ തന്നെ ശ്രമിക്കുക. അപ്പോൾ ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 7 ഡേയ്സ് ലാസ്റ്റ് വീക്ക് എങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതിനോടൊപ്പം റിവിഷനും കൂടി നടത്തുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഇത് പ്രകാരം ഈ 60 ഡേയ്സ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ഈ പറഞ്ഞ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ സീനിയേഴ്സ് എങ്ങനെ പഠിച്ചു, കഴിഞ്ഞ തവണ ഇത് ക്വാളിഫൈ ചെയ്തവർ എങ്ങനെയാണ് ഇത് പഠിച്ചത്, അവരെങ്ങനെയാണ് ഈ ടോപ്പിക്സ് ഈ സിലബസ് 100% കവർ ചെയ്തോ അല്ലെങ്കിൽ സെലക്റ്റീവായിട്ട് എങ്ങനെയാണ് കവർ ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിന് നിങ്ങൾക്ക് നേരിട്ട് പരിചയക്കാരില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഇൻ്റർവ്യൂസ് കാണുക. ജെന്യുവിൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ്. അവർ കറക്റ്റായിട്ട് അവർ എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്തു, അവരുടെ സ്ട്രാറ്റജി എന്താണ്, അവർ വർക്കൗട്ട് അവർക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊന്ന് കണ്ടേക്കുക. അത് കണ്ടിട്ട് നിങ്ങൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്റ്റഡി മെറ്റീരിയൽസ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു സെലക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള സമയത്ത് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് ആയിക്കോട്ടെ ടെക്നിക്കൽ സബ്ജക്ട്സ് ആയിക്കോട്ടെ എത്രത്തോളം ഏത് ലെവലിൽ പഠിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയണം. ആ ക്വാളിറ്റി ഓഫ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഡെപ്തിലേക്ക് വാരി വലിച്ച് പോകേണ്ട ആവശ്യമോ അതിന് പറ്റിയ സമയമോ നമുക്കില്ല. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ള കോർ സബ്ജക്ട്സ് ഫൗണ്ടേഷൻ ലെവലിൽ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ കോർ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നുണ്ടാവും. അതിൻ്റെ ഒരു അനാലിസിസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചെയ്തതാണ്. ഏതൊക്കെയാണ് കോർ സബ്ജക്ട്സ്, അത് എന്തുകൊണ്ടാണ് കോർ സബ്ജക്ട്സ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ കോർ സബ്ജക്ട്സ് നന്നായിട്ട് പഠിക്കുക. പാരലായിട്ട് 2 സബ്ജക്റ്റ് എങ്കിലും പഠിക്കുക. ഒരു സബ്ജക്റ്റ് തീർത്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാനായിട്ട് ശ്രമിക്കരുത്. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിവിഷനും അതുപോലെ നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. അത് പലപ്പോഴും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പാരലായിട്ട് മിനിമം 2 സബ്ജക്റ്റ് എങ്കിലും പഠിക്കുക. ക്വസ്റ്റ്യൻ ലെവലും ക്വസ്റ്റ്യൻ്റെ പാറ്റേണും ഒക്കെ നിങ്ങൾ PYQസിലൂടെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇനി
കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ കുറേ കൂടി ഇൻറ്റൻസീവായിട്ട് പോവുക, മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നോക്കുക, പാരലായിട്ട് എല്ലാ ദിവസവും റിവിഷൻ പ്ലാൻ വെക്കുക, ഒപ്പം ടെസ്റ്റ് സീരീസ് എഴുതിക്കൊണ്ടിരിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതല്ലാതെ വേറെ ഒരു മാജിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വർക്കാവില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ സെലക്ഷൻ ഉറപ്പുവരുത്താനും സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോവുക. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ആ വീഡിയോ എന്തായാലും കണ്ടിരിക്കുക. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഷിഫ്റ്റുകളുടെയും 2024 എല്ലാ ഷിഫ്റ്റുകളും നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാനത് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ആ വീഡിയോയിൽ നോക്കുക. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കോർ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ഇത് ഇലക്ട്രിക്കലിൻ്റെ 2025 അതായത് RRB JEE 2024 എക്സാമിൻ്റെ ഓരോ ഷിഫ്റ്റിലും ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, സബ്ജക്ട് വൈസുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2019 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു കോർ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നും ഹൈ വെയിറ്റേജ് ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ക്രമീകരിക്കുക. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, കോർ ഏരിയാസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മെഷീൻസ്, AC സർക്യൂട്ട്സ്, പവർ സിസ്റ്റം, ഇലക്ട്രോണിക്സ് ഒക്കെയാണ്. ഒപ്പം മറ്റുള്ള സബ്ജക്ട്സിൻ്റെ ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഒക്കെ ആണെങ്കിലും എന്തായാലും വായിച്ചിട്ട് പോവുക. കാരണം 100 മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. ഏതൊക്കെ സബ്ജക്റ്റിൽ 100 മാർക്ക് മേടിച്ചു എന്ന് ആരും ചോദിക്കില്ല, അല്ലെങ്കിൽ 150 ഈ പറയുന്ന ഏതൊക്കെ സബ്ജക്ട്സ് പഠിച്ചു എന്ന് ആരും നോക്കില്ല. നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഹൈ വെയിറ്റേജ് ഏരിയാസ് കണ്ടുപിടിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ആ ഒരു അനാലിസിസും ആ ഒരു ഹൈ വെയിറ്റേജ് ഏരിയാസ് ഐഡൻറ്റിഫൈ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസും നോട്ട്സും ടെസ്റ്റുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സെലക്റ്റീവ് സ്റ്റഡിക്ക് സെലക്റ്റീവ് എങ്ങനെയാണ്, സിലബസ് ബേസ്ഡ് ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ റാൻഡമായിട്ട് ഇൻഡെപ്ത് ആയിട്ട് പോകരുത്. ഇനി ഇത് ബേസ് ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ RRB JEE CBT 2 വേണ്ടിയിട്ട് ഇലക്ട്രിക്കലിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും CBT 2 കവർ ചെയ്തുകൊണ്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി അതിൽ തന്നെ നിങ്ങൾ നോക്കുക, നമ്മൾ ഈ ഓരോ സബ്ജക്ട് വൈസ് നമ്മുടെ 11 മോഡ്യൂൾസ് ആണ് നമ്മുടെ ഈ സിലബസിലുള്ളത് അല്ലേ. പക്ഷേ നമ്മൾ അതിലും കൂടുതൽ മോഡ്യൂൾസ് ഡിവൈഡ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഡിവൈഡ് ചെയ്തുകൊണ്ട് സിലബസ് വൈസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ വൈസ് തന്നിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന സിലബസ് കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാമിൽ ഉള്ള സ്റ്റഡി ഗ്രൂപ്പ്, അതായത് പവർ സർക്കിൾ, സ്കോർ അക്കാഡമിയുടെ പവർ സർക്കിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അതിൽ ഡെയിലി ക്വിസസ് വരാറുണ്ട്, ക്യൂ കാർഡ്സ്, ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ്, ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു സ്റ്റഡി ഗ്രൂപ്പാണ് സ്കോർ പവർ സർക്കിൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തന്നെ നമ്മുടെ ക്യൂ കാർഡ്സ് വരുന്നുണ്ടാവും, അവയിൽ ചില സെലക്ടഡ് ടോപ്പിക്സിൻ്റെ ഷോർട്ട് നോട്ട് വരുന്നുണ്ടാവും. ഇതുപോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ്, അതായത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ഇതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സ്, അതായത് സെലക്ടഡ് ടോപ്പിക്സിൻ്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ നമ്മുടെ കോഴ്സിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, അതായത് റെയിൽവേയുടെ ടെലഗ്രാം ചാനലിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമിന് നമുക്ക് മാക്സിമം സ്കോർ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ഏരിയാസും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഈ സ്റ്റഡി പ്ലാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇനി സബ്ജക്റ്റ് വൈസ് ഉള്ള, അതായത് ഓരോ സബ്ജക്റ്റിനെയും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മുടെ കോഴ്സിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അതും കയറി കാണാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സിലബസിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ അത് കണ്ടിട്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, കോർ ഏരിയാസ് മനസ്സിലാക്കുക. ഇനി ഇത് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന RRB ജൂനിയർ എഞ്ചിനീയറിംഗ് CBT 2 ഇലക്ട്രോണിക്സിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെയോ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ ഇതിൽ വാട്സാപ്പ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എഗെയിൻ CBT 1 ക്വാളിഫൈ ചെയ്യുന്നു നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് CBT 2 എന്ന് പറയുന്നത് ഇതിനേക്കാൾ 10 മടങ്ങ് കോമ്പറ്റീഷൻ കൂടിയൊരു സ്റ്റേജാണ്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈഗോ മാറ്റി വെച്ചിട്ട് ഓരോ മാർക്കും എവിടെ നിന്നൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും, അതായത് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രമേ പഠിക്കൂ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് എവിടെ നിന്നൊക്കെ എനിക്കൊരു മാർക്ക് കിട്ടുമോ അതെല്ലാം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. RRB ജൂനിയർ എഞ്ചിനീയർ ആവാനുള്ള നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്താനായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്ത 60 ദിവസം ഏറ്റവും നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. വീണ്ടും അപ്ഡേറ്റ് വീഡിയോസുമായിട്ടും സിലബസ് പ്ലാനുമായിട്ടൊക്കെ നമുക്ക് കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.